ഹലോ എവരി വൺ. കുറേ കാലമായി ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുത്തിട്ട്. സോ ഇപ്പം 2026 കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞു. മെയ് 1 ആണെന്ന്. ഈ 4 മാസത്തിനിടയിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളെപ്പോഴും ചെയ്യുന്ന പ്രോപ്പർ ഒരു വർഷത്തിലേക്കുള്ള പ്ലാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഐ തോട്ട് പുതിയൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം ആൻഡ് പുതിയ എൻ്റെ റുട്ടീൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ബാക്ക് ടു ട്രാക്ക് ആക്കി കൊണ്ടുവരണം. ഇതിനിടയിൽ എല്ലാം ഒന്ന് കുഴഞ്ഞ് മറിഞ്ഞ് നിൽക്കുകയാണ്. മുന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ തന്നെ ഞാൻ ഭയങ്കര പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് PCOD ഉണ്ട്. എൻ്റെ PCOD ഒക്കെ ഇപ്പോൾ ഹൈ ലെവൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യണം. ഡയറ്റ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആ ഒരു ഫേസിലേക്ക് തിരിച്ചു പോകണം. സോ ഐ തോട്ട് ഈ ഒരു വീഡിയോ ഒന്ന് യൂട്യൂബൊക്കെ ഒന്നും കൂടി ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ എടുക്കാമെന്നുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് പോയിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കി വരാം. ഓക്കെ. സോ വിഷൻ ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനിയുള്ള എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് എൻ്റെ ജേണലാണ്. സോ ഇത് നിയോറ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ജേണലാണ്. അവർ കഴിഞ്ഞ വർഷവും അവരുടെ ബുക്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷവും അവരുടെ ജേണൽ ഡയറി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ഭയങ്കര നല്ല ബുക്കാണ്. കാരണം എനിക്ക് ഓവറായിട്ട് ഒരു ജേണൽ ഡയറിയിൽ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മളായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം. ലൈക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഡയറീസിനോടാണ് എനിക്ക് ജേണൽസ് എഴുതാൻ താല്പര്യം. സോ അങ്ങനെയുള്ള ഒരു ജേണൽ ഡയറിയാണിത്. അപ്പം അതിലാണ് ഞാൻ എൻ്റെ ജേണലൊക്കെ എഴുതാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈ ഒരു ജേണൽ ഡയറി തുറക്കുന്ന സമയത്ത് തന്നെ എൻ്റെ 13 എൻ്റെ ഡ്രീംസാണ് ഞാൻ എഴുതി വെച്ചത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളൊരു താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് ഓരോ വിഷും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഓരോ ഡ്രീമും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലൈക്ക് അത് സംഭവിച്ച പോലെ അങ്ങനെയാണല്ലോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എഴുതണം എന്ന് പറയുന്നത് ലൈക്ക് അത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു 13 വിഷസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 13 ഡ്രീംസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മെത്തേഡാണ്. അതായത് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡ്. ലൈക്ക് 13 ഡ്രീംസ് നമ്മൾ എഴുതുക നമ്മുടെ നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജേണൽ ഡയറിയിൽ എഴുതി വെക്കുക. അത് ലൈക്ക് ആ ഒരു 13 ഓൾറെഡി നടന്നു എന്ന രീതിയിൽ നമ്മൾ താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്രീംസ് എഴുതുക. സോ ഈ ഒരു 13 എന്ന നമ്പർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വൈ 13 അല്ലെങ്കിൽ വൈ 13 ഡ്രീംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 13 ഈ 13 എന്ന് പറഞ്ഞ ഒരു നമ്പർ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോർമേഷൻ, ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രോത്ത്. ഇതിനൊക്കെയാണ് ഈ ഒരു 13 എന്ന് പറഞ്ഞ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡ്രീംസ് എഴുതുന്നത്. സോ ഇത് നമ്മൾ വീണ്ടും എന്താക്കണം, എഴുതണം. ലൈക്ക് അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ഈ 13 ഡ്രീംസ് നമ്മൾ വായിക്കണം. അപ്പോൾ നമ്മളത് എന്ന് വായിക്കുന്ന സമയത്ത് അത് നടക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളത് എന്നും അത് എഴുതുക. ഈ ഒരു 13 ഡ്രീംസ് എന്നും നമ്മൾ എഴുതുക, അല്ലെങ്കിൽ എന്നും നമ്മൾ ആ ബുക്ക് എടുത്ത് വായിക്കുക. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജേണൽ ഡയറീൻ്റെ ഫസ്റ്റ് പേജ് തന്നെ എൻ്റെ 13 വിഷസ് ഞാൻ എഴുതി വെച്ചത്. ലൈക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. സോ അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എൻ്റെ ജേണൽ ഡയറീൻ്റെ. ദെൻ
ഈ ഒരു പേജ് ഉണ്ട്. എൻ്റെ ഒരു വിഷൻ ബോർഡിനായിട്ട് ഒരു സെക്ഷൻ ഉണ്ട് എൻ്റെ ജേണൽ ഡയറിയിൽ. സോ ആ ഒരു സെക്ഷനിൽ ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതായത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരു ലെറ്റർ എഴുതി. സോ അത് ഞാനിപ്പോൾ വായിക്കുന്നില്ല, ഞാൻ ഓൾറെഡി ഇത് എഴുതി കഴിഞ്ഞു. ഈ ഒരു ലെറ്റർ ഞാൻ ജനുവരി 1 എഴുതിയിട്ടുണ്ട്. സോ ഈ ലെറ്റർ ഞാൻ വായിക്കുന്നത് 2027 ജനുവരി 1 അപ്പം എനിക്ക് ലൈക്ക് ഫ്യൂച്ചറിലുള്ള എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എഴുതുന്ന ഒരു ലെറ്റർ. ചിലപ്പം ആ ലെറ്ററിൽ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അച്ചീവ് ചെയ്തിരിക്കാം, ചിലപ്പം ചെയ്യാൻ പറ്റാതിരിക്കാം. എന്താണെങ്കിലും ആ ഒരു 2026 ജനുവരി 1 എൻ്റെ മനസ്സിൽ എന്തായിരുന്നു, ലൈക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്, ഇതൊക്കെ നീ നേടണം. ഞാൻ എന്നോട് തന്നെ പറയുന്നു, നേടണം, ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ലൈഫിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഈ ഒരു ലെവലിലേക്ക് എത്തണം നെക്സ്റ്റ് ഇയറിൽ എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ലെറ്റർ എനിക്ക് വേണ്ടിയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സോ ആ ഒരു ലെറ്റർ ഞാൻ ചിലപ്പോൾ 2027 വായിക്കുമ്പം ചിലപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം, ചെയ്യാതിരിക്കാം. ബട്ട് അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ലെറ്റർ എഴുതി നോക്കൂ. നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഇതേ ദിവസം ആ ലെറ്റർ എടുത്ത് വായിക്കാം. ആ സമയത്തൊരു പക്ഷേ അപ്പം ചിലപ്പോൾ നമ്മളിപ്പം ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഭയങ്കര സങ്കടത്തിലായിരിക്കാം, നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം. ഒരു പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മുന്നത്തെ നമ്മുടെ മനസ്സ്, ലൈക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, അത് ഭയങ്കര രസമായിരിക്കും. എനിക്ക് ഈ സ്ഥലം മതിയാവുന്നില്ലായിരുന്നു, ഞാൻ ഭയങ്കര കുഞ്ഞായിട്ട് ഈ ഒരു പേജ് നിറച്ചും ഞാൻ എൻ്റെ ഒരു ലെറ്റർ ഞാൻ എൻ്റെ ഫ്യൂച്ചർ അഞ്ജലിക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. സോ അത് ഞാനിപ്പോൾ വായിക്കുന്നതല്ല, എന്താ എഴുതിയത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയില്ല. കാരണം ഞാൻ ജനുവരി 1 എഴുതിയതാണ് 2026 ഈ കാര്യങ്ങൾ. അപ്പം അന്ന് തന്നെ ഞാൻ ആ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ ലെറ്റർ ഞാൻ അന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്ന് ഇപ്പം എനിക്കും വലിയ ഐഡിയ ഇല്ല. ബട്ട് 2027 ജനുവരി 1 ഞാനത് വായിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം അതിൽ ഞാൻ അച്ചീവ് ചെയ്തോ, എങ്ങനെയാണ് എൻ്റെ ലൈഫ് പോയത് എന്നൊക്കെ. ദിസ് ഈസ് മൈ ജേണൽ ഡയറി. ഇതിലാണ് ഞാൻ എൻ്റെ ജേണൽസും കാര്യങ്ങളൊക്കെ എഴുതാൻ പോകുന്നത്. ആൻഡ് ഐ റിയലി ലൈക്ക് ടു റൈറ്റ് ജേണൽസ്. ഓരോ ദിവസവും നമുക്ക് ഡിഫറെൻ്റ് ആണ്. ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ചിലപ്പം ഭയങ്കര സങ്കടത്തിലായിരിക്കും, ചില ദിവസം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓരോ സങ്കടം ഉണ്ടാകുന്ന ദിവസങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാണ്ട് നിൽക്കുന്ന ഓരോ നിമിഷങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടാവും. ആ ഒരു രാത്രി നമ്മളൊരു ജേണൽ ഡയറി എഴുതുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും അതിൽ എഴുതണ്ട. നമ്മുടെ ലൈഫിൽ നമുക്ക് അന്ന് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ എഴുതുമ്പോൾ കുറേയൊക്കെ സങ്കടങ്ങൾ നമുക്കതിൽ മറയ്ക്കാൻ പറ്റും. ലൈക്ക് ഒരു എഴുത്തിന് ഭയങ്കര ശക്തി ഉണ്ടെന്നാണ് പറയുക. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ കൈകളിലൂടെ ആ പേജിലേക്ക് പകർത്തുന്ന പോലെയാണ് സംഭവം ഈ എഴുത്തെന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡയറി ആയിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് കുറേ നമ്മുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം റെഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വർഷം എനിക്കതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഐ തോട്ട് ഞാൻ അത് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഐ ഹാവ് PCOS. അതെനിക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ഐ തിങ്ക് ജനുവരി ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഒക്ടോബർ തൊട്ട് ജനുവരി വരെ ഐ തിങ്ക് ഒരു 4 monthsോളം ഞാൻ പ്രോപ്പർ ഡയറ്റിലായിരുന്നു. കംപ്ലീറ്റ് ഷുഗർ കട്ട്, ഡെയിലി വർക്കൗട്ട്, PCODക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ച്, ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് എനിക്ക് ഉള്ളതുകൊണ്ട് എൻ്റെ PCOD നന്നായിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്നേസ് വരുന്നത് കുറഞ്ഞു, എനിക്ക് തടി കുറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു, എല്ലാം കൊണ്ടും എൻ്റെ ഇത് ഭയങ്കര പ്രോപ്പറായിരുന്നു. ബട്ട് ഇപ്പം വീണ്ടും അതൊക്കെ മെല്ലെ വരുന്നുണ്ട്. കാരണം ഞാനിപ്പം ഡയറ്റൊന്നും ചെയ്യുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല, എനിക്ക് കണ്ട് എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. എന്നും ഞാൻ കേക്ക് കഴിക്കും, അല്ലെങ്കിൽ നല്ല ചായ കുടിക്കും, നല്ല ഷുഗർ ഇട്ട് ചായ കുടിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാം തകിടം മറിഞ്ഞ് PCOD തന്നെ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ പറ്റിയത്, ഇവളെന്നെ വീണ്ടും ഇങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടുവരാണോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സോ എനിവേ എനിക്ക് അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ലൈക്ക് എനിക്ക് പ്രോപ്പർ ഡയറ്റ് പ്ലാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഐ നോ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 4 മാസം പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഏതൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ആ ഒരു ലൈഫിലേക്ക് എനിക്ക് തിരിച്ച് പോരണം. കാരണം PCOD ഭയങ്കര ഇഷ്യൂ ആണ്. എൻ്റെ തടിയൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ, കുറേ കൂടി വന്നാൽ പിന്നെയും കഷ്ടപ്പെട്ട് ഞാൻ മെലിയാൻ നിൽക്കേണ്ടി വരും. ഇപ്പം ഞാനൊരു
കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. സോ അതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് എന്ന് പറയാം. യൂട്യൂബിൽ വീഡിയോസ്, ഞാനിപ്പം ഇൻസ്റ്റയിൽ കുറച്ചും കൂടെ ആക്റ്റീവാണ്, കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ യൂട്യൂബിലേക്ക് ഞാൻ തിരിഞ്ഞു പോലും നോക്കാതെയായി. അപ്പം എനിക്ക് യൂട്യൂബിലും വീഡിയോസ് ഇടണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ചും കൂടെ ഞാൻ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റണം. സോ ദിസ് ഈസ് മൈ റീസ്റ്റാർട്ട് വീഡിയോ. ലൈക്ക് വീണ്ടും ഞാൻ യൂട്യൂബിലേക്ക് തിരിച്ചു വന്നൊരു വീഡിയോ ആണിത്. ഞാൻ തന്നെ തിരിച്ചു വരുന്നു, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല കേട്ടോ. ആൾക്കാർ വിചാരിക്കും നീയൊക്കെ തിരിച്ചു വന്നിട്ട് എന്താ. ഞാൻ തന്നെ എന്നെ തിരിച്ച് കൊണ്ടുവരുന്നു. ലൈക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരുന്നു, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. അത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you all in my next video. ഞാൻ കുറേ വീഡിയോസ് എപ്പോഴും ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഐ തിങ്ക് എനിക്കത് പറ്റും. സോ നോക്കാം. ബൈ.